സമയം കുഞ്ഞുങ്ങളും ഞങ്ങളും എല്ലാം വിശന്ന് ഇവിടെ ഇരിക്കുമായിരുന്നു. സമയം 12 കഴിഞ്ഞു. 12 കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ അരി കൊണ്ടുവന്ന് ഇട്ട് ഇപ്പം അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. ഈ അരി എപ്പം വെന്ത് ഞങ്ങൾ കഴിക്കും. പറ, രാവിലെ കൊച്ചു പിള്ളേരൊക്കെ അവര് മാത്രമാണ് കിട്ടിയത്. കൊച്ചു പിള്ളേർ 2-3 ബിസ്ക്കറ്റും കൊടുത്തു അതുങ്ങൾക്ക്, അല്ലാതെ വേറെ ഒരു സാധനം ഇല്ലായിരുന്നു. ഭക്ഷണം എത്തിയെന്നുള്ള പരാതി നമ്മളിപ്പോൾ കേട്ടോ. അവിടേക്കാണ് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിയർ ഒരു വാഹനം നിറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളുമായി എത്തിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ആർ ഷാമയോട് ചേരണം. ഷാമേ, ചില ആളുകൾക്ക് പരാതികളുണ്ട്, ഭക്ഷണം എത്തുന്നില്ല. നിങ്ങളിതാ ഭക്ഷണമായി അല്ലെങ്കിൽ അത് പാകം ചെയ്യേണ്ട കാര്യങ്ങളുമായി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, ജില്ലയിലെ പല ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പരാതികൾ വരുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് പോലും ഭക്ഷണം എത്തുന്നില്ല എന്നുള്ള പരാതിയാണ്. ഇന്നലെ നിങ്ങൾക്കറിയാം, നമ്മുടെ ജില്ലയിൽ വിവിധയിടങ്ങളിൽ വന്ന് മുഖ്യമന്ത്രി നേരിട്ട് സന്ദർശനം നടത്തിയിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ പോലും മുഖ്യമന്ത്രി എത്തിയിട്ടില്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐ തിരുവല്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇതേപോലെയുള്ള, ഇതിപ്പം ഒരു കേന്ദ്രത്തിൽ മാത്രമേ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളൂ. ഇന്ന് മുഴുവനും പല കേന്ദ്രങ്ങളിൽ ഇങ്ങനെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം, കുടിവെള്ളം അടക്കമുള്ളത് എത്തിക്കുന്ന ഒരു പ്രവർത്തനത്തിലാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ. ജില്ലയിലെ വിവിധ കമ്മിറ്റികൾ, വിവിധ ബ്ലോക്ക് കമ്മിറ്റികൾ ഇപ്പോൾ പല സാധനങ്ങൾ, അരി ഉൾപ്പെടെ കുഞ്ഞുങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഉള്ളത് ശേഖരിച്ചുകൊണ്ട് വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ട് കൊടുക്കുന്ന പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളത്, ഇവിടെ ഇപ്പോൾ പല പരാതികൾ, ഇപ്പോൾ ഇന്നലെയാണ് ഒരു ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ നിന്നും കൊച്ചു കുട്ടികൾക്ക് ഭക്ഷണം എത്തുന്നില്ല എന്നുള്ള പരാതി ഉൾപ്പെടെ കേൾക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളിത് ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതുവരെ, അത് പിരിഞ്ഞു പോകുന്നിടം വരെ ഇത്തരം പ്രവർത്തനങ്ങൾ തുടരാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ക്ലീനിങ് ഒരു വശത്ത് നടക്കുന്നുണ്ട്, മറുവശത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി തന്നെ ഏറ്റെടുക്കുകയാണ്. ഭരണം പരാജയപ്പെടുന്നിടത്ത് ഡിവൈഎഫ്ഐ പോലെയുള്ള സംഘടനകൾ രാഷ്ട്രീയം നോക്കാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുൻ ജില്ലാ സെക്രട്ടറി നിസാമേ, തൊട്ട് മുമ്പത്തെ സെക്രട്ടറിയാണ്. അപ്പം പ്രവർത്തനം അവരും തുടരുകയാണ് പ്രളയത്തിൽ ആശ്വാസമായിട്ട്. ഡിവൈഎഫ്ഐ ഇപ്പോൾ ജില്ലയിലാകെ ദുരിതബാധിത മേഖലയിൽ വലിയൊരു കൈത്താങ്ങായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ ഈ ക്യാമ്പിൽ വരുമ്പോൾ ഇതുവരെയും ഭക്ഷണം കിട്ടിയിട്ടില്ല. അവിടെയാണ് ഡിവൈഎഫ്ഐ ഒരു കൈത്താങ് എന്ന നിലയിൽ അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ, ആഹാരത്തിനുള്ള സാധനങ്ങൾ, വസ്ത്രങ്ങളടക്കം ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ജില്ലയിലെ എല്ലാ ദുരിതാശ്വാസ ക്യാമ്പിലും ഡിവൈഎഫ്ഐയുടെ കൈത്താങ് എത്തുകയാണ്. മനുഷ്യൻ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പം അവിടെയെല്ലാം ഡിവൈഎഫ്ഐ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ വി ഡി സതീശൻ സർക്കാർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പത്തനംതിട്ട എത്തിയിട്ട് പോലും ക്യാമ്പിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും, ശ്യാമ ഇവിടെ സൂചിപ്പിച്ച പോലെ, ക്യാമ്പിലെ കുഞ്ഞുങ്ങൾക്ക് പോലും ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐ ഉള്ളിടത്തോളം കാലം ക്യാമ്പിൽ കഴിയുന്ന മനുഷ്യർ, ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർ പട്ടിണി കിടക്കില്ല, ഒരു ദുരിതത്തിനും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന സന്ദേശമാണ് ഡിവൈഎഫ്ഐ ജില്ലയിലാകെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പിലെ ചേച്ചി ക്യാമ്പ് താമസിക്കുന്ന ആളല്ലേ? ക്യാമ്പിൽ അപ്പോൾ ചേച്ചി, ഡിവൈഎഫ്ഐക്കാർ നിങ്ങൾ മുമ്പ് പരാതി പറഞ്ഞു, ഡിവൈഎഫ്ഐക്കാർ ആവശ്യത്തിനും ഭക്ഷ്യ വസ്തുക്കൾ കൊണ്ടുവന്നു, സന്തോഷമായോ? ഭയങ്കര സന്തോഷമായി. ഡിവൈഎഫ്ഐക്കാർ എവിടെയും അവരാണ് എല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അവർ ഈ ക്യാമ്പിലും വന്ന് കൊച്ചു കുട്ടികളും എല്ലാവർക്കുള്ള ആവശ്യമായ സാധനങ്ങളെല്ലാം അവരിവിടെ എത്തിച്ചിട്ടുണ്ട്. അരിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇന്നലെ വൈകുന്നേരം ഭക്ഷണം വളരെ കുറവായിരുന്നു. രാവിലെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇന്നലത്തെ പഴങ്കഞ്ഞി ഒരു ശകലം ബാലൻസാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത്. പഴങ്കഞ്ഞി ഒരു കുടിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഇവിടുത്തെ CPM എന്ന സെക്രട്ടറി എന്ന നിലയിൽ ഞങ്ങൾ രാവിലെ ഇവിടുത്തെ അരി മേടിച്ചു കൊടുക്കുമായിരുന്നു. അതിനുശേഷമാണ് ഈ അരികളെല്ലാം വരുന്നത്. വലിയ സന്തോഷം, ഒരുപാട് സാധനങ്ങൾ, എല്ലാവരും വലിയ ഹാപ്പിയാണ്. ഡിവൈഎഫ്ഐ അല്ല വേറെ ആരാ ഉള്ളത്? അതാണ് ഡിവൈഎഫ്ഐക്കാരോട് വലിയ പ്രവർത്തനമാണ് ഇവർ കാഴ്ചവെക്കുന്ന. ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.